ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു പണ്ട് കാലത്തെ ഒരു ലെജൻഡ് ഉണ്ട്, ഒരു ജാപ്പനീസ് ലെജൻഡായ നാഷണൽ കമ്പനിയുടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ്. അന്ന് കാലത്ത് ഒരുപാട് പേര് ഇത് കൈക്കലാക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു മോഡലാണ്. ഈ മോഡലിൻ്റെ പേര് നാഷണൽ F2 എന്ന മോഡലാണ്. ഇതൊരു സ്റ്റീരിയോ ടേപ്പ് റെക്കോർഡറാണ്. വിത്ത് AM FM റേഡിയോ സ്റ്റേഷൻസ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു കളറാണ്. ഈ ഒരു റെഡ് കളറിൽ ഇത്രയും ചെറിയൊരു കോമ്പാക്ട് മോഡൽ, ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡർ എല്ലാവരും ഒരു മേടിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു മോഡലാണ്. പണ്ട് കാലത്തെ, അതായത് വിൻറ്റേജ് ഐറ്റംസ് കളക്ട് ചെയ്യുന്ന കളക്ടേഴ്സ് എല്ലാവരും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡലാണ് നാഷണലിൻ്റെ F2. ഇത് മെയിൻലി ഈ ഒരു റെഡ് ബ്ലാക്ക് കളറിലാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇതിൻ്റെ ഈ സൗണ്ട് ക്വാളിറ്റി, ഇത് ശരിക്കും നാഷണൽ ഒരു ആംബിയൻസ് സൗണ്ട് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കൊണ്ടുവന്നു, ആംബിയൻസ് മോഡ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ മോഡൽ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മോഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ സൗണ്ടിൽ പാട്ട് മ്യൂസിക് ആസ്വദിക്കാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്നൊരു മോഡലാണ് ഈ F2. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു F2ൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കാനുള്ള, നമുക്ക് നേരെ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ നമ്മളുടെ F2ൻ്റെ മെയിൻ അട്രാക്ഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളറാണ്. ഈ ഒരു റെഡ്, പിന്നെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നമ്മളുടെ ഫ്രണ്ടിലെ ഗ്രില്ല്, സ്പീക്കർ ഗ്രില്ല്. നമുക്ക് 2 സ്പീക്കേഴ്സാണ് വന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അതിൻ്റെ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്രോം ബോർഡറിൽ ഒരു ബ്ലാക്ക് ഗ്രില്ലാണ് വന്നത്. പിന്നെ നമ്മളുടെ മെയിൻ ടേപ്പ് റെക്കോർഡറിൻ്റെ ഡോറ്, അതും ഒരു വിത്ത് കുറച്ച് ഗ്രാഫിക്സ് ലേബൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്കൊരു ബ്ലാക്ക് ഡോറാണ് വരുന്നത്. അതിൽ തന്നെ അവർ F2 എന്ന് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ഇജക്റ്റ് ആണ്, ഓട്ടോ സ്റ്റോപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ 1 ടച്ച് നമ്മളുടെ ഒരു നോർമൽ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു ക്രോം നോബ്സ് ഉണ്ട്, നമുക്ക് വോളിയം, പിന്നെ ബാലൻസ് ഉണ്ട്, പിന്നെ ബാസ് ട്രബിൾ ഉണ്ട്. പിന്നെ നമ്മളുടെ അപ്പുറത്ത് കണ്ടത് നേരെ നമ്മളുടെ റേഡിയോ ടേപ്പ് സെലക്ട് ചെയ്യാനുള്ള നോബാണ്. പിന്നെ ടേപ്പിൻ്റെ കൺട്രോൾ സ്വിച്ചസ് എല്ലാം ആ ഒരു ക്രോം ഫിനിഷാണ്. പിന്നെ നമുക്ക് FM സെലക്ട് ചെയ്യാം, FM AM സെലക്ട് ചെയ്യാനുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗണ്ട് മോഡ്സ്, അതായത് ആംബിയൻസ് മോഡ്, പിന്നെ നോർമൽ സ്റ്റീരിയോ മോഡ്, പിന്നെ FM-നെ മോണോയിൽ കേൾക്കാനുള്ള മോഡാണ്. മെയിനായിട്ട് ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഫ്രണ്ടിലെ ഒരു ഓവർവ്യൂ വന്നത്. ഇത് നോർമൽ പൊസിഷൻ, അതായത് നമ്മളുടെ തന്നെ ടേപ്പ് കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. നമുക്കൊരു കൊണ്ടുനടക്കാൻ വേണ്ടി ഒരു ഹാൻഡിലുണ്ട്, അതും ആ ഒരു റെഡ് ക്രോം ഫിനിഷിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ആൻറ്റിന ഉണ്ട്, നമുക്കൊരു ടെലിസ്കോപ്പിക് ആൻറ്റിന. മെയിനായിട്ട് FM AM നമ്മളുടെ റേഡിയോ സ്റ്റേഷൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ആൻറ്റിന ഉണ്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി റിസപ്ഷനുള്ളൊരു മോഡലാണ് F2. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് നമുക്ക് ടേപ്പ് റേഡിയോ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു മോഡ് സ്വിച്ച് ഉണ്ട് മെയിനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗേജ് കാണാൻ പറ്റും, റേഡിയോൻ്റെ ഗേജ്. ആ ഒരു ബ്ലാക്ക് ഗേജിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഏത് സ്റ്റേഷൻ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ആംബിയൻസ് കേൾക്കണോ അല്ലെങ്കിൽ നോർമൽ സ്റ്റീരിയോ കേൾക്കണോ. ചിലവർക്ക് ആംബിയൻസ് ഇഷ്ടപ്പെടും, ചിലവർക്ക് ആംബിയൻസ്, ഇപ്പോൾ മലയാളം പാട്ടുകളൊക്കെ ആണെങ്കിൽ ആംബിയൻസ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതിൻ്റെ നോബ് മെയിനായിട്ട് നമുക്കൊരു മെയിൻ സ്റ്റേഷൻ ട്യൂണിങ് നോബ് ഉണ്ട്. പിന്നെ തൊട്ട് താഴെ ഒരു ഫൈൻ ട്യൂണിങ് ഉണ്ട്. ഇതിൻ്റെ ആ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഗേജിൽ ഒരു വൈറ്റിൽ നമുക്ക് എല്ലാം സ്റ്റേഷൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫിസിക്കൽ ഒരു കോസ്മെറ്റിക് ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ. സോഫ്റ്റ് ഇജക്റ്റ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ഇജക്റ്റ് ആണ്. പിന്നെ ഇതൊരു ഡെക്ക് മോഡലല്ല, അപ്പോൾ തലതിരിച്ചല്ല ഗ്യാസിൻ്റെ നേരെ തന്നെ ഗ്യാസറ്റ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഓവർവ്യൂ. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടേപ്പ് റെക്കോർഡേഴ്സിലുള്ള തന്നെ ഒരു പോസ് ബട്ടൺ ഉണ്ടാവും, പിന്നെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടാവും, പിന്നെ പ്ലേ, ഫോർവേഡ്, റിവേഴ്സ്, ഇതെല്ലാമാണ് ഉള്ളത്. പിന്നെ അതിലൂടെ തന്നെ റെക്കോർഡിങ് ഉണ്ടാവും. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പ്ലേ അമർത്തി കഴിഞ്ഞാൽ മുകളിൽ നിന്നാണ് ഇതിൻ്റെ ഹെഡ് പൊസിഷൻ എല്ലാം ഉള്ളത്. അപ്പോൾ ക്യാസറ്റ് എല്ലാം അത് അപ്സൈഡ് ഡൗൺ അല്ല, നോർമൽ ഒരു അപ്പായിട്ട് തന്നെ ക്യാസറ്റ് ഇടണം. പിന്നെ നമുക്ക് അത് ഓട്ടോ റിവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സിംഗിൾ പിഞ്ച് റോളറും ആണ് എല്ലാം ഉള്ളത്. നമ്മുടെ F2ൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് തിരിച്ചാൽ കാണാൻ പറ്റും ഫോൺസ് കണക്ട് ചെയ്യാനുള്ളത്. മെയിനായിട്ട് നമുക്കൊരു ടോപ്പിലുള്ളത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ, തൊട്ട് താഴെയുള്ള 2 പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ ആംപ്ലിഫയർ ബോർഡ് വെച്ച് നമുക്ക് സ്പീക്കേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കാം. അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് 3.8 ohms ഇമ്പിഡൻസ് ഉള്ള സ്പീക്കേഴ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ, ഫസ്റ്റ് കാണുന്നത് നമ്മളുടെ AC പവർ സപ്ലൈ ആണ്. പിന്നെ ഒരു 9 volt DC ഉണ്ട്, അതായത് പോർട്ടബിലിറ്റിക്ക് വേണ്ടി നമുക്ക് 9 volt DC കണക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ പവർ കോഡ്. ഇതിൻ്റെ കൂടെ സ്റ്റോക്ക് വന്ന പവർ കോഡാണ്. ഇപ്പോൾ ഇതെല്ലാം മേടിക്കാൻ കിട്ടുന്നുണ്ട്, നമുക്ക് കോഡ് മാത്രമായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും.
ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്യാം നമുക്ക്. മറ്റേത് നമുക്ക് AC കണക്ട് ചെയ്യാം, ഡയറക്റ്റ് AC കൊടുക്കുന്ന ഒരു പോർട്ടാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ F2ൻ്റെ മെയിൻ ഒരു ഫിസിക്കൽ ഓവർവ്യൂ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഇത് ഈ റേഡിയോ റിസപ്ഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, ബാക്കി കാസറ്റ് പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ിലേക്ക് വരാൻ ഉള്ള മടി, ആ ആശയം അവിടെ ഒളിച്ചിരിക്കുന്നു. With money, we don't know. Pockets empty, but ours are full anyway. Hey, then like children, the law.